കലാലയങ്ങളിലെ സൗഹൃദം നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതാകും. എന്നാൽ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത് സ്വന്തം അമ്മയായാലോ? കോട്ടയം തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ സിന്ധുവും മകൾ നന്ദനയും വീട്ടിൽ മാത്രമല്ല കോളേജിലും ചങ്ക്സാണ്. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ താരങ്ങൾ ദേ ഇവരാണ്. ഒന്നാം വർഷ മലയാള വിഭാഗം വിദ്യാർത്ഥികളായ സിന്ധുവും നന്ദനയും. കോളേജിൽ സിന്ധു നന്ദനയുടെ ക്ലാസ്മേറ്റ് മാത്രമാണെങ്കിൽ വീട്ടിലെത്തിയാൽ അമ്മയുമാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് മുടങ്ങിപ്പോയ പഠനം 48-ാം വയസ്സിൽ വീണ്ടെടുക്കുകയാണ് സിന്ധു. അത് ഏക മകൾക്കൊപ്പം തന്നെ ആയത് ഇരട്ടി മധുരമായി. ക്ലാസ്സിലിപ്പം എന്തെങ്കിലും നോട്ട്സൊക്കെ വിട്ടു പോവുകയാണെങ്കിൽ എളുപ്പം എൻ്റെ നോട്ട് വെച്ചിട്ട് വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ പഠിക്കാനാണെങ്കിൽ ഞാൻ പഠിക്കാൻ സമയം കിട്ടുമ്പം മോളെ വിളിച്ചിരുത്തി നിർബന്ധമായിട്ടിരുന്ന് പഠിപ്പിക്കും. അങ്ങനെ എനിക്ക് നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതിനേക്കാളും എനിക്കും അറിയാം എന്താ ക്ലാസ്സിൽ സംഭവിച്ചത്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ എനിക്കും അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. രണ്ടുപേരും എഴുതണം, അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണം എന്ന് ടീച്ചർക്ക് സ്ട്രിക്റ്റാണ്. ടീച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ രണ്ടുപേരും എഴുതും. എറണാകുളം മണീഡിലെ ജയചന്ദ്രന്റെ ഭാര്യ IV സിന്ധു യാദൃശ്ചികമായാണ് വീണ്ടും വിദ്യാർത്ഥിനിയായത്. മകൾ നന്ദനയെ ഉപരിപഠനത്തിന് അയക്കാൻ തീരുമാനിച്ചപ്പോൾ ദൂരേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ സിന്ധുവിന്റെ അമ്മ മനസ്സിന് കഴിഞ്ഞില്ല. ഭർത്താവും ബന്ധുക്കളും ഒപ്പം നിന്നപ്പോൾ സിന്ധുവും പഠിക്കാൻ തീരുമാനിച്ചു. 3 പതിറ്റാണ്ട് മുമ്പ് പഠിച്ച കോളേജിൽ വീണ്ടും മകൾക്കൊപ്പമുള്ള പഠനം സിന്ധുവിനിപ്പോൾ ഒരു ഹരമാണ്. മെയിനായിട്ടും മോളുടെ കാര്യത്തിൽ ഓർത്തിട്ടാണ് ഇങ്ങനെ കൊടുത്തെങ്കിലും കൂടി അതിനേക്കാളുപരി എനിക്കിഷ്ടമാണ്, ഇത് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് പിന്നെ കൊടുത്തത്. അപ്പോൾ കൊടുത്തപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അത് കിട്ടി. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ലായിരുന്നു. അമ്മയുടെ തീരുമാനം ആദ്യം ഒരു ഷോക്കായെങ്കിലും പതിയെ നന്ദനയും അത് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു. പരസ്പരം പറഞ്ഞും തിരുത്തിയും പഠനം ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് നന്ദന. നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു, അമ്മ വന്നാൽ എങ്ങനെ ഇരിക്കും. ഒരുമിച്ച് തന്നെ പഠിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ടീച്ചറിനോട് ചോദിക്കും, വീട്ടിൽ വരുമ്പോൾ അമ്മോടും ചോദിക്കാറുണ്ട് സംശയങ്ങളൊക്കെ. നന്ദനയെക്കാളും അമ്മ സിന്ധുവുമായാണ് ക്ലാസ്സിലെ കൂട്ടുകാർക്കിപ്പോൾ കൂടുതൽ അടുപ്പം. ചിലർ അമ്മയെന്ന് തന്നെ വിളിക്കും, ചിലർക്ക് സിന്ധൂസ് ആണ്. സിന്ധൂസ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ കുറേ പേരുണ്ട്, സിന്ധു അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, സിന്ധൂസ് എന്ന് വിളിക്കുന്നവരുണ്ട്, അങ്ങനെ പല പേരിലും വിളിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ വലിയൊരാളാണെന്ന നിലയിൽ ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കയറി ഇടപെടുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെങ്ങനെയാണോ അതേപോലെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇവരടിപൊളിയാണ്. ഭയങ്കര രസമാണ് ഇവർ ക്ലാസ്സിലുള്ളപ്പോൾ. ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി കൂടുതൽ പറഞ്ഞു തരാനൊക്കെ ഒരു വലിയൊരാളെന്നുള്ള നിലയ്ക്ക്, വലിയൊരാളായിട്ടല്ല, ഞങ്ങളെ പോലെ തന്നെ ഒരു 18 വയസ്സുകാരി എങ്ങനെയാണോ അതേപോലെയാണ് സിന്ധൂസ് ഞങ്ങളുടെ കൂടെ നിൽക്കാറ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ അമ്മേനെ ഇവിടെ ഇരിക്കണ കാണാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് ഈ അമ്മ പഠിക്കാൻ തന്നെ വന്നാറും എനിക്ക് അറിയാൻ പറ്റായിരുന്നു പഠിക്കാൻ വന്നതായിരുന്നെന്ന്. പക്ഷേ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോളെക്കാളും അടിപൊളിയായിട്ട് തന്നെ അമ്മ പഠിക്കുന്നുണ്ട്. എന്നെക്കാളും മാർക്കുണ്ട്, ചില വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്കുണ്ട്. നല്ലപോലെ തന്നെ എഴുതിയെടുക്കാനൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ തന്നെ അറിയാം നല്ലപോലെ എഴുതാനും നല്ല ഒരു ഇതായിട്ട് തന്നെയാണ് അമ്മ പോകുന്നത്. സിന്ധുവിന്റെ സാന്നിധ്യം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കാരണമായെന്ന് അധ്യാപകർ പറയുന്നു. ജനറേഷൻ ഗ്യാപ്പ് ഒന്നും സിന്ധുവിനെ ബാധിച്ചിട്ടേയില്ല. ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വസ്തുതയേ അല്ല എന്ന് നമുക്ക് ശരിക്കും സിന്ധുവിൻ്റെ പെരുമാറ്റത്തിലൂടെ തോന്നും. പിന്നെ ഞങ്ങൾ അധ്യാപകരോടുള്ള രീതി, ഞാൻ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ എനിക്കൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു. സിന്ധുവിനെ എങ്ങനെ വിളിക്കും, ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുമോ, അതോ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്യുമോ, ആൾക്കൊരു ഈഗോ ഹർട്ടാവുമോ എന്നൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ക്ലാസ്സിൽ ഒരു 2 മിനിറ്റ് എടുത്തത് അത് മാറിയെന്നുള്ളതാണ്. പിന്നെ എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റായി സിന്ധു മാറി. ഇവരാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആൾക്കാർ. കാരണം സിന്ധു ആദ്യം വന്നപ്പോൾ മോളെ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത്, ടീച്ചറെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ, ഇപ്പോഴത്തെ ഒരു ഇൻട്രാക്ഷൻ പിള്ളേരുടെയൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിന്ധു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സിന്ധു അഡ്മിഷനുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെയാവും, നമ്മളെല്ലാം ഒരേ ഏജാണല്ലോ, അപ്പോൾ എന്തായിരിക്കും കുട്ടികളോട് എങ്ങനെയായിരിക്കും, എങ്ങനെ പിള്ളേർക്ക് അത് ഇഷ്ടമാവുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിന്ധു ഞങ്ങളുടെയുള്ള ആശങ്കകളൊക്കെ മാറ്റിക്കൊണ്ട് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. അതാണ് ഭയങ്കര വലിയ മെസ്സേജാണ്. ഇപ്പോഴത്തെ ഒരു എത്രയോ അമ്മമാർക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ എല്ലാവരും കണ്ട് പഠിക്കേണ്ടതാണ്. ഈ പ്രായം ഒരു പരിധിയേ അല്ല, പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല മെസ്സേജാണ് സിന്ധു നൽകുന്നത്. പുലർച്ചെ 3 മണിക്ക് തുടങ്ങുന്നതാണ് സിന്ധുവിന്റെ ഒരു ദിവസം.
വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കൃത്യം 7:30 തന്നെ നന്ദനയ്ക്കൊപ്പം വണ്ടി കയറും. 3 ബസ് മാറിക്കയറി വേണം കോളേജിലെത്താൻ. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 6 മണി കഴിയും. തിരക്കൊരൽപ്പം കൂടിയെങ്കിലും സിന്ധു ഹാപ്പിയാണ്. നന്ദനയെ കൂടാതെ അരുണും സാന്ദ്രയും ജസ്നയും ജയലക്ഷ്മിയും ദേവകിയും ആദർശും അനഘയും വിഷ്ണുവും ഉൾപ്പെടെ തനിക്കിപ്പോൾ 30 മക്കളുണ്ടെന്നാണ് സിന്ധു പറയുന്നത്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അങ്കുഷ് കുമാർ, അമൃത ന്യൂസ്.